നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് 16ാം ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ട് കേരളം. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന പൊതുധന വിഹിതത്തിൽ മാറ്റം വരുത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു. സെസ്സും സർചാർജും മൊത്ത നികുതിയിൽ ഉൾപ്പെടുത്തുന്നതിന് സാങ്കേതികപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഡിവിസിബിൾ പൂൾ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഡിവിസിബിൾ പൂളിലേക്ക് കേന്ദ്രം നൽകുന്ന 15% 32% ഉയർത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടതായി 16ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞു. കേന്ദ്ര നികുതി വരുമാനം വീതം വെക്കുന്നത് 50% ആക്കണമെന്ന ആവശ്യവും കമ്മീഷൻ മുമ്പാകെ കേരളം അവതരിപ്പിച്ചു. Central government is supposed to appoint a finance commission every 5 years, and this finance commission makes recommendations for a generally for a 5-year period regarding how these divisible tax, how the divisible tax pool will be divided between the center and the states, and then among the 28 states. സെസ്സും സർചാർജും ഡിവിസിബിൾ പൂളിൽ കൂടി ഉൾപ്പെടുത്തുന്ന വിഷയം സങ്കീർണമാണെന്ന് കമ്മീഷൻ സംസ്ഥാനത്തെ അറിയിച്ചു. ഇതിന് നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യവും കൂടിക്കാഴ്ചയിൽ ഉയർന്നു. ജനസംഖ്യാ അനുപാതത്തിലല്ലാതെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി സാമ്പത്തിക സഹായം സംസ്ഥാനത്ത് നൽകണമെന്ന് പ്രതിപക്ഷവും കമ്മീഷനോട് ആവശ്യപ്പെട്ടു. വികേന്ദ്രീകൃതമായ ഒരു നികുതി സംവിധാനം ഏർപ്പെടുത്തണമെന്ന കാര്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. ഇത് നമുക്ക് നൽകുന്ന ടാക്സ് നികുതി വിഹിതമാണ്. അതായത് കേന്ദ്രം ഇപ്പോൾ GST പിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് പിരിക്കുന്നത്, എക്സൈസ് ഡ്യൂട്ടി പിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം കൂടി സ്റ്റേറ്റിന് കൊടുക്കുന്ന ഷെയറാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക വേണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേക ഗ്രാന്റായി 13,222 കോടി രൂപ അനുവദിക്കണമെന്നും കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെടുന്നു. ജനം, തിരുവനന്തപുരം.